ഈ ഒരു സെറിമണിയുടെ ചടങ്ങുകളൊക്കെ എങ്ങനെ നടത്തിയെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കറിയാവുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചിട്ടും അതുപോലെ തന്നെ റെഫറൻസ് എടുത്തിട്ടുമാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്തത്. ആദ്യമായിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വിളക്കൊക്കെ കത്തിച്ച് പിന്നെ താലത്തിൽ പൂക്കളും അതുപോലെയുള്ള പിന്നെ ചന്ദനം കലക്കിയതുണ്ടായിരുന്നു, മഞ്ഞൾ, പൂവ്, വിളക്ക്, കിണ്ടി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ ഒരു പുതിയ തോർത്തും ഉണ്ടായിരുന്നു. പിന്നെ മാല, കഴുത്തിലിടാനുള്ള മാല, പിന്നെ വെറ്റില, അടയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ ഒരു നാളികേരം ഉണ്ടായിരുന്നു. പിന്നെ ചന്ദനത്തിരി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടിട്ടാണ് നമ്മൾ കുളിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇതുപോലെയുള്ള കോടിമുണ്ട്, നമ്മുടെ നല്ല കസവ് മുണ്ട് പുതിയത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് കഴുത്തിലൂടെ കെട്ടിയിട്ടാണ്, ക്രോസാക്കി കെട്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഒരു പ്ലാവില കോട്ടിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തലയിൽ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഓരോരുത്തരായിട്ട് വന്ന് പിന്നെ മഞ്ഞൾ തേപ്പിക്കുകയായിരുന്നു. മുഖത്തും ദേഹത്തും മഞ്ഞൾ ഇതുപോലെ തേപ്പിച്ച് കൊടുത്തു. പ്രായമായവരും കുട്ടികളും എല്ലാവരും തേപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ തലയിൽ കുറച്ച് അരിയും പൂവും എല്ലാം ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ വെറ്റിലയും അടക്കയും കുറച്ച് വെച്ചിട്ട് അത് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കും. അവസാനമായിട്ട് ഒരു തേങ്ങ വെട്ടിയതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റിയത്.